ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മോട്ടോഗീക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നുള്ളത് തിരുവനന്തപുരത്താണ്. അപ്പോൾ തിരുവനന്തപുരത്ത് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ബലീനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് വന്നിട്ടുള്ളത്. ഒരു സാധാരണ ബലീനല്ല, ഒരുപാട് കസ്റ്റമൈസേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തൊരു വണ്ടിയാണത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെയുള്ള ആളുകൾക്ക് അറിയാം, ഒരുപാട് ഫാൻ ഫോളോയിങ് ഉള്ള ഒരു വണ്ടി കൂടിയാണ് ഈ വണ്ടി. ഒരുപാട് കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കസ്റ്റമൈസേഷൻ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഈ വണ്ടി ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ സാധാരണ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ കൂടുതൽ ബെല്ലൈക്കനും എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഓണറെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിച്ചു തരാം. ഈ വണ്ടി എങ്ങനെയാണ് ഇങ്ങനെ ആക്കിയിട്ടുള്ളത്, അതുപോലെ തന്നെ ഈ വണ്ടി ഇങ്ങനെ ആക്കിയതിന് ശേഷമുള്ള ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളൂ അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇതിൻ്റെ ഓണർ തന്നെ ചോദിച്ചറിയാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടിയുടെ ഓണർ. അപ്പോൾ നമുക്ക് ഓണറെ തന്നെ ചോദിച്ചറിയാം. ഓണർ നമുക്ക് അതിന് പരിചയപ്പെടാം, അതിന് ശേഷം വണ്ടിയുടെ ഡീറ്റെയിൽസ് കിടക്കാം. അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തിയേ. എൻ്റെ പേര് കാർത്തിക്, ഞാൻ BBA സ്റ്റുഡൻ്റാണ്, ബിസിനസ്സും ചെയ്യുന്നുണ്ട്. ട്രിവാൻഡ്രത്താണ് സ്ഥലം. ആക്ച്വലി കാർത്തിക് വളരെ സിമ്പിളായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും കാർത്തിക് ഏകദേശം 30,000 ഫോളോവേഴ്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. പെട്രോൾ ഹെഡ്സ് എന്നാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡി വന്നിരിക്കുന്നത്. പെട്രോൾ ഹെഡ്സിൽ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ കംപ്ലീറ്റ് റീലുകളും ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരുപാട് ഫോളോവേഴ്സിൽ വണ്ടിയാണ് ഈ ഒരു ബലേനോ. അതുകൊണ്ട് കൂടിയാണ് നമ്മളിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നിട്ടുള്ളത് ഈ വണ്ടിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി വണ്ടിയുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ കാർത്തിക്, നമുക്ക് മുൻവശത്ത് തുടങ്ങാം. സാധാരണ നമ്മളെല്ലാതും മുൻവശത്താണ് തുടങ്ങാറ്. അപ്പോൾ നമുക്ക് മുൻവശത്ത് എന്തൊക്കെ നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ? ഇത് ഫുൾ കസ്റ്റം ബമ്പറാണ്. അതിൽ മെഷ് ഗ്രില്ല് വരും, കിറ്റ്, അടിയിൽ ലിപ്പ് വരും. പിന്നെ കസ്റ്റം ഹെഡ്ലൈറ്റ് ആണ്, LED ഹെഡ്ലൈറ്റ്സ് ആണ്. ഫോഗ്ലൈറ്റ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഫ്ലാഷേഴ്സ്. ആക്ച്വലി ഈ ഒരു മെഷ് ഒരു ഹണി കോംബ് ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. കസ്റ്റം ചെയ്തിട്ടുള്ള ഇതല്ലേ, മെഷ് കംപ്ലീറ്റ് കസ്റ്റം ചെയ്തതാണ്. അതുപോലെ തന്നെ ലോവർ ചെയ്തിട്ടുള്ളതും കംപ്ലീറ്റ് ഫൈബറിൽ ചെയ്തിരിക്കുകയാണ് കംപ്ലീറ്റ്. ഓക്കെ, അപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ ഫ്രണ്ടിൽ ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഹെഡ്ലൈറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ LED ഹെഡ്ലൈറ്റ്സ് വന്നിരിക്കുന്നു. പിന്നെ നമുക്ക് പ്രൊജക്ടർ ടൈപ്പ് നമ്മുടെ ഫോഗ് ലാംപ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ തന്നെ ആ ഒരു ഇടുപ്പുണ്ട്. നമുക്ക് ആ ഒരു ചെറുതായ ഒരു ക്യൂട്ട്നെസ് നമുക്ക് നന്നായി ഫീൽ ചെയ്യുന്നത്. നമുക്ക് ബലീന അറിയാം, ഒരു കാർ ടൈപ്പാണ്, അതായത് ഒരു ഫാമിലി ടൈപ്പ് കാർ വണ്ടിയാണ് ശരിക്കും ബലീന എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിനൊന്നും കൂടി ഒരു നല്ല രീതിയിൽ ചെയ്തിട്ട് നല്ല രീതിയിൽ വർക്കൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ ക്യൂട്ട് ആക്കിയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ എഞ്ചിൻ്റെ. ഇത് ആക്ച്വലി നമ്മൾ കോഡ് 6ൻ്റെ സ്റ്റേജ് 1+ റീമാപ്പ് ചെയ്തിട്ടുണ്ട്, ECU റീമാപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 105 bhp അതുപോലെ തന്നെ 240 Nm ടോർക്കും ഈ വണ്ടിയിൽ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാർത്തികിൻ്റെ അടുത്ത് ചോദിച്ചാൽ കാർത്തിക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു കൊടുത്ത ഡീറ്റെയിൽസ്. ഇത് എഞ്ചിൻ സ്പെക്ക് എന്ന് പറയുമ്പോൾ കോഡ് 6ൻ്റെ സ്റ്റേജ് 1+ ആണ് ചെയ്തേക്കുന്നത്. പിന്നെ K&N എയർ ഫിൽറ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുൾ സിസ്റ്റം ഡീസൽ എക്സോസ്റ്റ്, അത് 0 ആണ് ചെയ്തേക്കുന്നത്. എവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ്? ഇത് വന്നിട്ട് ഞാൻ ചെയ്യുന്ന സമയത്ത് മാപ്പ് ഉള്ളത് എറണാകുളത്താണ്. അപ്പോൾ എറണാകുളം കോഡ് 6 ആണ് ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിപ്പോൾ ചെയ്യാനായിട്ട് എന്തെങ്കിലും പരിമിതികളുണ്ടോ? മീൻസ് എന്തെങ്കിലും ഇപ്പോൾ ഡീസൽ വണ്ടി ആണെങ്കിൽ ഡീസൽ വണ്ടിക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട്. ഒരു ലെവലിൽ കൂടുതൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഇഷ്യൂസും അതുപോലെ തന്നെ അതിനെ ബാധിക്കും. ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ള നോക്കുമ്പോൾ നോർമലാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. മാക്സിമം അതിന്റെ പവർ ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് സൈഡ് പ്രൊഫൈലാണ്. ഇപ്പോൾ ഈ സൈഡ് പ്രൊഫൈലാണ് ആക്ച്വലി ഈ വണ്ടിയുടെ കംപ്ലീറ്റ് ഒരു ക്ലാസ് ലുക്ക് ഈ വണ്ടിക്ക് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇത് ആക്ച്വലി എയർ സസ്പെൻഷൻ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എയർ സസ്പെൻഷൻ ചെയ്തിട്ടുകൊണ്ട് തന്നെ അത്രയും ലോവറായിട്ടാണ് വണ്ടി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ വളരെ ചെറിയൊരു എന്താ പറയുക ഭാഗം മാത്രമാണ് നമ്മൾ കാണുന്നത്. അത്രയും താഴത്തേക്ക് അടിയിലേക്ക് ഇറങ്ങിയിട്ടാണ് ഈ വണ്ടിക്ക് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ചറിയാം. കാർത്തിക, അപ്പോൾ നമ്മുടെ സസ്പെൻഷൻ അതുപോലെ തന്നെ വീല് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എന്താണ് ചെയ്തിട്ടുള്ളത്? ഇത് ഞങ്ങൾ 17 ഇഞ്ച് ഇമോഷനാറിൻ്റെ സ്റ്റാഗേർഡ് വീൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് 7.5 ബാക്ക് 8.5J ആണ്. പിന്നെ എയർ സസ്പെൻഷൻ ചെയ്തിട്ടുണ്ട്. N1 ആണ്, എറണാകുളം N1 കോൺസെപ്റ്റ്സ് ആണ് എയർ സസ്പെൻഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ വേറെ ടൈം പീരീഡ് ഒന്നും എടുക്കത്തില്ല. ചെറിയ നമ്മൾ ജസ്റ്റ് റിമോട്ടിലും കൺട്രോൾ ചെയ്യാം, അതുപോലെ തന്നെ അകത്ത് സ്വിച്ചസും ഉണ്ട്, അത് വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം. ബാക്കും ഫ്രണ്ടും ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഒറ്റ രീതിയിലാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഈ സൈഡിൽ സ്കേറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നല്ല രസമായിട്ടുണ്ട്. കംപ്ലീറ്റ് സ്കേറ്റിംഗ് ഫൈബർ തന്നെയല്ലേ? അപ്പോൾ ഈ ഒരു ലുക്കാണ് സൈഡിൽ. ഈ സൈഡിൽ നമ്മുടെ മിററിൻ്റെ ക്യാപ്പൊക്കെ നമുക്ക് കാർബൺ ഫൈബർ ഫിനിഷിങ്ങിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല രസമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ലോങ് എന്താ പറയുക, കുറച്ചുകൂടി ഒരു ബാക്കിൽ നിന്നൊക്കെ നോക്കുന്ന സമയത്ത് സൈഡിൽ കുറച്ച് ഇറങ്ങിയിട്ടൊക്കെ നോക്കുന്ന സമയത്ത് നല്ലൊരു അടിപൊളിയായിട്ടൊരു ഡിസൈനാണ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ റാപ്പൊക്കെ ചെയ്തിട്ടുണ്ട്, സ്റ്റിക്കർ റാപ്പൊക്കെ ഉണ്ട്. നല്ല
രസമായിട്ടുള്ള സ്റ്റിക്കർ ഡിസൈൻ ഒക്കെ കൊടുത്ത് നല്ല രസമാക്കിയിട്ടുള്ള ഒരു ഭാഗം. അതുകൊണ്ടാണ് ഈ സൈഡിൽ നിന്ന് കാണുന്ന സമയത്ത് ഒരു വെറൈറ്റി എന്താ പറയുക, ഒരു ബലിയനാണെന്ന് ഒരു വിധത്തിലും പറയാത്ത രീതിയിലാണ് ഒരു സൈഡിൽ ആ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ഇതിലൊക്കെ നമുക്ക് വേണമെങ്കിൽ റൈഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും ചെറിയൊരു രീതിയിൽ പൊന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് റൈഡ് ചെയ്യാം. ഇപ്പോൾ ഈ നമ്മൾ വന്ന വഴിയിലൊക്കെ അങ്ങനെ വലിയ ഹമ്പുകൾ നിരന്നില്ല, അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ലോവറായിട്ട് പോകുന്ന സമയത്ത് പുറത്തുനിന്ന് ഒരാൾ ഈ ഒരു വണ്ടി കാണുന്ന സമയത്ത് ഓക്കെ ഇതൊരു ബലിയനാണ് അല്ലെങ്കിൽ ഒരു മാരുതി വണ്ടിയാണ് ഒരു തരത്തിലും പറയില്ല. അവർക്ക് എല്ലാവർക്കും ഭയങ്കര ക്രൗഡ് പുള്ളിങ് ആയിട്ടൊരു വണ്ടിയാണ് ഈ ഒരു ബലീനോ എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് അത്രയ്ക്കധികം എന്താ പറയുക എഫേർട്ടും ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ കാർത്തിക് ചെയ്തിട്ടുണ്ട്. ഈ കാർത്തിക് നമുക്ക് പുറകിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങൾ? പുറകില് ടെയിൽ ലൈറ്റ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, പിന്നീട് കസ്റ്റം പെയിന്റ് വർക്ക് കുറേ ഉണ്ട്, ബാക്ക് ബമ്പർ കസ്റ്റം ചെയ്തതാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു എയർ സസ്പെൻഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ചെയ്തിട്ടുണ്ട്, അതിന്റെ യൂണിറ്റ് ഒക്കെ എവിടെ വെച്ചിട്ടുള്ളത്? അതൊക്കെ ബോട്ട് സ്പേസിലാണ് വെച്ചിട്ടുള്ളത്. അതൊന്ന് കാണിച്ചു കൊടുത്തത്. ഈ കാണുന്ന ഒരു പോർഷനിലാണ് ആ ഒരു എയർ സസ്പെൻഷന്റെ യൂണിറ്റ് വെച്ചിട്ടുള്ളത്. ഇതിന് വാറണ്ടി ഒക്കെ ഉണ്ടോ ഈ എയർ സസ്പെൻഷന്? 1 year വാറണ്ടി ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും കംപ്ലൈൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? കംപ്ലൈൻസ് ഒന്നും ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. ഓക്കെ, കംഫർട്ടാണ്. 3-4 വർഷം മുമ്പേ ചെയ്ത വണ്ടികൾക്ക് വരെ ഇതുവരെ വേറെ കംപ്ലൈൻസ് കാര്യങ്ങൾ വന്നിട്ടില്ല. ഈ നോർമൽ സസ്പെൻഷനും എയർ സസ്പെൻഷൻ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഒക്കെ തോന്നിയിട്ടുണ്ടോ? കുറച്ചുകൂടി കംഫർട്ടാണ്, കുറച്ചുകൂടി നമുക്ക് സ്റ്റെബിലിറ്റി കിട്ടും വണ്ടിക്ക്. വണ്ടി നമ്മൾ മാക്സിമം താക്കുന്നോറും വണ്ടിക്ക് സ്റ്റെബിലിറ്റി കൂടും. ഓക്കെ, അപ്പൊ നല്ല കംഫർട്ടായിട്ട് ഓടിക്കാൻ ട്രൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. വേറെ ഇഷ്യൂസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഇല്ല. അവർ 1 year ആണ് വാറണ്ടി തരുന്നത്. അതെ. ഇത് എത്ര സമയം എടുത്തത് ചെയ്യാൻ ഈ പ്രൊജക്ട് കാർ ചെയ്യാനായിട്ട്? ഓൾമോസ്റ്റ് എനിക്ക് 1 വർഷത്തോളം സമയം എടുത്തായിരുന്നു. ഓക്കെ, അപ്പോൾ 1 വർഷം എവിടെയായിട്ട് പണിതിട്ടുള്ള പല സ്ഥലത്തായിട്ടാണ് ചെയ്തിട്ടുള്ളത്? ട്രിവാൻഡ്രം, കൂടുതലും ട്രിവാൻഡ്രമാണ്. സസ്പെൻഷൻ മാത്രമേ എറണാകുളം ചെയ്തിട്ടുള്ളത്. അത് നല്ല രസമായിട്ടുണ്ട്. ആ ഒരു ഫ്രെയിമൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ ഒരു ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ എയർ സസ്പെൻഷൻ്റെ ഉള്ളിൽ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാത്രിയൊക്കെ നമുക്ക് എന്തെങ്കിലും ഷോസും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് ലൈറ്റ്സ് ഒക്കെ ഇട്ട് വയ്ക്കുമ്പോൾ നല്ല രസമായിട്ടുള്ള സിസ്റ്റം ആയിരിക്കും. സംബന്ധം കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. And voicing our equally shallow opinions more loudly or quietly. Most people can't even decide what color to wear or which burger to eat. What does it matter, man? Autonomy is an illusion. Autonomy is an illusion. Autonomy is an illusion. നമ്മൾ ഈ വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്റീരിയർ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ ഇന്റീരിയറിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നിട്ട് കാണിച്ചു തരാം. ആക്ച്വലി ഇതിന്റെ റൂഫ് സാധാരണ രീതിയിൽ വരാറ് ഒരു ഗ്രേ കളറിലാണ് വരാറ്. നമുക്കറിയാം മാരുതി വണ്ടികളിലൊക്കെ ഒരു ഗ്രേ കളറിലാണ് വരാറ്. അപ്പോൾ ഇതിന്റെ റൂഫിന്റെ കളർ മാറ്റിയിട്ട് ബ്ലാക്കിലേക്ക് ആക്കിയിട്ടുണ്ട്. ചൂട് ചിലപ്പോൾ ചെറുതായിട്ട് കൂടാനുള്ള സാധ്യതയുണ്ട് അല്ലേ? ചൂട് കുറച്ചുകൂടി കൂടുതലായിരിക്കും ഇപ്പോൾ ഈ ബ്ലാക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ലൈറ്റ്സിന്റെ അവിടെയൊക്കെ റെഡ് കളറൊക്കെ കൊടുത്തിട്ട്, അതുപോലെ തന്നെ പില്ലറേഴ്സ് ഒക്കെ റെഡ് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. ഹാൻഡിൽസ്, ഗ്രാബ് ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ റെഡിലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് റെഡ് ആൻഡ് ബ്ലാക്ക് എന്നുള്ള തീമിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പുറത്ത് നമ്മൾ കണ്ടപ്പോൾ തന്നെ ആ റെഡ് ആൻഡ് ബ്ലാക്ക് ഫിനിഷാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ ഒരു കവറിങ് അല്ലാതെ തന്നെ റെഡ് ആൻഡ് ബ്ലാക്ക്. പിന്നെ കംപ്ലീറ്റ് സെൻറ്ററിലെ ഒരു ഡാഷ് ബോർഡിലാണെങ്കിലൊക്കെ നമുക്ക് ഒരു റെഡ് ആൻഡ് ബ്ലാക്കാണ് ചെയ്തിട്ടുള്ളത്. ഈ സംഭവമൊക്കെ എന്താ ഈ കാണുന്നത്? അത് എയർ സസ്പെൻഷന്റെ കൺട്രോൾസ് ആണ്. ഇത് അതിന്റെ ഗേജ്, വണ്ടി എത്ര ഹൈറ്റിലാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഗേജാണ്. ഇത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ച്, ഇത് കംപ്രസറിന്റെ സ്വിച്ച്, ഇത് റിമോട്ടിന്റെ സ്വിച്ച്. ഇത് ഈ ഒരു സ്വിച്ച് വന്നിട്ട് ഫുൾ ഡ്രോപ്പ് ചെയ്യാനുള്ള സ്വിച്ച് ആണ്. കംപ്ലീറ്റ് താന്നിരിക്കാൻ. അതെ. അപ്പൊ ഇത് എത്ര സമയം എടുക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മീൻസ് ഇതിപ്പോ വണ്ടി സ്റ്റാർട്ട് ആയിട്ട് ഇത്ര സമയം കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യണോ? അങ്ങനെയൊന്നുമില്ല, വണ്ടി സ്റ്റാർട്ട് ചെയ്ത അപ്പൊ ഇതിന്റെ ഈ ഒരു കപ്പാസിറ്റി എത്രയാണ്? അത് എത്ര പ്രാവശ്യം നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ പറ്റാത്ത ടൈമിൽ നമുക്ക് അങ്ങനെ 3 പ്രാവശ്യം ചെയ്യാം. അത് കഴിഞ്ഞ് കംപ്രസർ ഓൺ ചെയ്തിട്ടേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ടൈം ആണോ ചെയ്യാം. നമ്മളിപ്പോ ഷോസിനൊക്കെ കൊണ്ടുപോകണോ വണ്ടി ഷോസിന് കൊണ്ടുപോകാനായിട്ട് കൊറോണ ആയതുകൊണ്ട് ഈ വർഷം വണ്ടി കഴിഞ്ഞ വർഷം വണ്ടി കഴിഞ്ഞത് എല്ലാം കഴിഞ്ഞതാണ്. പിന്നെ ഷോസ് അപ്പൊ എന്തെങ്കിലും ഷോസ് ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആൾക്കാരെ കോൺടാക്ട് ചെയ്താൽ മൂപ്പരെ ഞാൻ ഇൻസ്റ്റാഗ്രാം ഐഡി നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ വണ്ടി ഷോസിനെ ഇറക്കണം എന്നുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ ആള് കൊണ്ടുവരും വണ്ടി. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഇതിന്റെ ഇന്റീരിയർ പറയുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റോക്ക് തന്നെയാണ്. സീറ്റ്സും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് തന്നെയാണ്. സ്റ്റിയറിംഗ് റെഡ് പെയിന്റ് ജോബ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പാർക്ക് ഗിയർ നോബ് ഉണ്ട്, അതൊക്കെ തന്നെയാണ്. പിന്നെ മ്യൂസിക് സിസ്റ്റം ചെയ്തിട്ടുണ്ട്.
ഇതിന്റെ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ സസ്പെൻഷൻ മാറ്റി അതുപോലെ തന്നെ നമ്മൾ കോഡ് 6ന്റെ സ്റ്റേജ് 1+ ചെയ്തു. അപ്പോ ഇതിന്റെ ബ്രേക്കിങ്ങിനൊക്കെ എന്തെങ്കിലും വ്യത്യാസം വന്നു? ഇപ്പൊ നമ്മൾ ABS ഉള്ള വണ്ടിയാണല്ലേ? ABS ഉള്ള വണ്ടിയാണ്, പക്ഷെ എന്നാലും ബ്രേക്കിങ്ങിന്റെ കാര്യത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? ബ്രേക്കിങ്ങിന്റെ കാര്യം നമ്മൾ പെർഫോമൻസ് ചെയ്യാൻ നേരത്തെ ബ്രേക്കിംഗ് കുറെ സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ കുറെ. അപ്പൊ നമ്മളിപ്പോ ഡിക്സലിന്റെ ബ്രേക്ക് പാഡ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കംപ്ലീറ്റ് നമ്മള് വണ്ടി മാറ്റത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും മാറിയിട്ടുണ്ട്. പെർഫോമൻസ് മാറിയപ്പോ തന്നെ കൂടുതലും പെർഫോമൻസ് സ്പെക് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, പക്ഷെ എന്നാലും ഒരു ഫാൻസി ടൈപ്പ് ഒരു ക്യൂട്ടായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇത് അധികം ബൾജ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോ നേരത്തെ കണ്ടപ്പോൾ തന്നെ പുറത്തേക്ക് അധികം ബൾജ് ചെയ്ത് നിൽക്കും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇതൊരു കളർ ഗ്രേഡ് കൊടുത്തിട്ട് നല്ല രസമാക്കിയിട്ടുണ്ട് വണ്ടി. അതുപോലെ തന്നെ ഒന്ന് എയർ സസ്പെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ രണ്ട് വ്യത്യാസമാണ് ഇപ്പോൾ മെയിനായിട്ട് കാണാനായിട്ടുള്ളത്. പക്ഷേ ചെയ്തിട്ടുള്ള വർക്ക് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ വണ്ടിക്ക് അത്രയധികം ഫോളോവേഴ്സ് ഉള്ളതും. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന സമയത്ത് നല്ലൊരു പ്രീമിയം വണ്ടിയുടെ ആ ഒരു ലുക്ക് കംപ്ലീറ്റ് ആ ഒരു ഡിസൈൻ എലമെന്റിന്റെ ഒരു കാര്യം തന്നെ പറയേണ്ടി വരും. അതായത് ഈ വണ്ടി ചെയ്തിരിക്കുന്ന ആളുകളുടെ ഒരു മികവ് തന്നെയാണ് ആ ഒരു ഡിസൈൻ എലമെന്റിൽ ഇത്രയും നല്ല രസമായിട്ട് ഈ വണ്ടിനെ ഒന്ന് പണി കഴിച്ചിട്ട് പുറത്തേക്ക് ഇറക്കാന്ന് പറയുന്നത്. കാരണം ഇപ്പം നമ്മൾ നോക്കിയപ്പോൾ അധികം എന്താ പറയുക ഏച്ച് കെട്ടിലുള്ളതായിട്ട് തോന്നിയിട്ടില്ല. കറക്റ്റ് എല്ലാം സ്യൂട്ടാണ്. ഇപ്പോൾ സ്കേർട്ടിംഗ് ആണെങ്കിലും ഫ്രണ്ട് സ്കേർട്ടിംഗ് ആണെങ്കിലും ഒക്കെ കറക്റ്റ് സ്യൂട്ടായിട്ട് വളരെ രസമായിട്ട് തന്നെ അവർ പണിതിട്ട് വളരെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിന്റെ ബോഡി കിറ്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ള എവിടെയാണെന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം റെട്രോ കസ്റ്റംസ് എന്ന് പറഞ്ഞൊരു ഷോപ്പാണ് ചെയ്തിട്ടുള്ളത്. അവർ കാലങ്ങളായിട്ടുള്ളതാണോ ഈ ഫീൽഡിൽ? അതെ അതെ. ഓക്കെ, ഇതിപ്പോ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രൊജക്റ്റിലേക്ക് വന്നത്? ആക്ച്വലി ഞാൻ ബലേനോ ചെയ്യുന്ന സമയത്ത് പെട്രോൾ മാത്രമാണ് RS പെർഫോമൻസ് സ്പെക്കിൽ ഇറങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെ ലാസ്റ്റ് എഡിഷനിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഫസ്റ്റ് ഉണ്ടായിരുന്നില്ല RS, പിന്നെ ലാസ്റ്റ് ആയപ്പോഴാണ് RS വന്നത്. അപ്പോൾ ഡീസൽ വണ്ടിയിൽ എന്തുകൊണ്ട് പെർഫോമൻസ് ചെയ്തുകൂടാ എന്നുള്ള ഒരു ഇതിലാണ് ഡീസൽ പെർഫോമൻസ് സ്പെക്ക് ആയിട്ട് അങ്ങനെ ചെയ്തത്. ഓക്കെ, ഇതിപ്പോ ടർബോ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതോ വെറുതെ നമ്മള് കോഡ് 6 മാത്രം? കോഡ് 6 ചെയ്തിട്ടുണ്ട്. കാൻഡന്റെ ഫിൽറ്റർ ആണ് ചെയ്തേക്കുന്നത്. പിന്നെ അവന്റെ ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എക്സോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ലൗഡാണോ? അല്ല, നോർമൽ നമ്മുടെ സൗണ്ട് അല്ല, നമുക്ക് പെർഫോമൻസിനാണ് കൂടുതൽ ഇത്. ഡീസൽ അധികം സൗണ്ട് വരത്തില്ല. പെട്രോളിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡീസലിന് സൗണ്ട് കുറവായിരിക്കും. അത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ എക്സോസ്റ്റിന്റെ ഒരു നോട്ടാണ് ഭയങ്കര പ്രശ്നമുള്ള ഒരു കാര്യം. കാരണം നമ്മൾ എത്രയൊക്കെ ചെയ്താലും മറ്റുള്ളവരൊരു എന്താ പറയുക പ്രൈവസി അല്ലെങ്കിൽ മറ്റുള്ള ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ ഇത്രയും സൗണ്ടിലൊക്കെ പോണ സമയത്ത് അത് മറ്റുള്ള ആളുകൾക്ക് ഭയങ്കര അരോചകമായിരിക്കും. അതുപോലെ നമ്മൾ ഓടിക്കുന്ന ഒരാളുകൾക്കാണെങ്കിലും കുറച്ചൊരു സമയം കഴിയും, അതൊരു 1 hour 2 hour ഒക്കെ കഴിയുമ്പോൾ പിന്നെ ആ ഒരു സൗണ്ട് കേട്ട് നമുക്ക് തന്നെ ദേഷ്യം വന്നു. അപ്പോൾ നമ്മൾ പരമാവധി മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മുടെ വണ്ടികൾ എപ്പോഴും എന്താ പറയുക ആ ഒരു എല്ലാവർക്കും ഉണ്ടാവും, വണ്ടിയുടെ ഇഷ്ടം എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ തന്നെ കസ്റ്റമൈസ് ചെയ്ത് കൊണ്ടുവന്ന് നടക്കാനായിട്ട് ശ്രദ്ധിക്കുക ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു വണ്ടിയിൽ എയർ സസ്പെൻഷൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ എയർ സസ്പെൻഷനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് കുറച്ചും കംഫർട്ട് കൂടുതലായിരിക്കും ഈ എയർ സസ്പെൻഷൻ ചെയ്തിട്ടുള്ള വണ്ടിയിൽ പോകുന്ന യാത്ര ചെയ്യുന്ന സമയത്ത്. കാരണം വണ്ടി എത്രത്തോളം ലോവർ ചെയ്യുന്ന അത്രത്തോളം കംഫർട്ട് കൂടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ ഒരു എയർ സസ്പെൻഷൻ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് 2 രീതിയിൽ നമുക്ക് സാധിക്കും. ഒരെണ്ണം ഉള്ളിൽ നമുക്കൊരു കൺസോൾ ഉണ്ട്. ഈ ഒരു കൺസോളിൽ നമുക്ക് നമ്മുടെ എയറിന്റെ ഗേജും അതായത് നമ്മുടെ കംപ്രസറിലുള്ള എയറിന്റെ ഗേജും അതുപോലെ തന്നെ അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ബട്ടൺസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഈ റിമോട്ട് വഴിയാണ് നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് നമുക്ക് പുറത്തിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ എയർ സസ്പെൻഷൻ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ബട്ടൺസ് ഉണ്ട്. നമുക്ക് ഇതിൽ ഫ്രണ്ടിലൊരു പോർഷൻ മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ബാക്ക് മാത്രമായിട്ട് എയർ സസ്പെൻഷൻ വർക്ക് ചെയ്യിക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അതല്ല രണ്ട് സൈഡിൽ നിന്നും ഒരുപോലെ നമുക്ക് വണ്ടി പൊന്തിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് എയർ സസ്പെൻഷൻ വഴി വണ്ടി പൊന്തിക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഹമ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വിത്തിൻ സെക്കൻഡ്സിൽ നമുക്ക് ഈ ഒരു വണ്ടി ലിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് കാണാം എത്രത്തോളം ഈ വണ്ടി പൊന്തും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ഇതാണ് ഇതിൻ്റെ ഏറ്റവും ലോവർ ആയിട്ടുള്ള ഒരു പരിധി എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ടയർ ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന ആ ഒരു രീതി വരെയാണ് നമുക്ക് ഇതിൻ്റെ ഇത്രയ്ക്കധികം നമുക്ക് വണ്ടി താത്താനായിട്ട് സാധിക്കും ഈ എയർ സസ്പെൻഷൻ വഴിയായിട്ട്. ഇതിൻ്റെ ഈ ഒരു പോർഷൻ കണ്ടോ നിങ്ങൾ, ഈ ഒരു ലിപ്പൊക്കെ ഇരിക്കുന്നത് അത്രയും താന്നിട്ടാണ് ഈ വണ്ടി ഇരിക്കുന്നത്. അത് ഈ ഒരു പോർഷൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ വണ്ടിയുടെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുക. ഇനി നമുക്ക് ഈ ഒരു വണ്ടി പൊന്തിച്ച് നോക്കാം എത്രത്തോളം നമുക്കിത് മുകളിലേക്ക് പൊന്തുന്നുള്ളത്. ഇപ്പം നമ്മൾ ജസ്റ്റ് പൊന്തിച്ച് നോക്കാൻ പോവാണ്. ഇപ്പം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റിമോട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാകും, നിങ്ങൾക്ക് കാണാൻ എത്രത്തോളം കാണുന്നത് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ടയറിനൊരു ഇത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം ഈ വണ്ടി പൊന്തി എന്നുള്ളത്. നമ്മുടെ ഒരു അറിവിൽ ഈ ബലേനോയ്ക്കാണ് ഏറ്റവും കൂടുതൽ ടയർ സസ്പെൻഷൻ വഴിയായിട്ട് ഇത്രയധികം പൊന്തിക്കാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ കുറച്ചും കംഫർട്ട് കൂടുതലായിരിക്കും ബലേനോയിൽ ചെയ്തിട്ടുള്ള എയർ സസ്പെൻഷൻ നോക്കുമ്പോൾ സമയത്ത് കുറച്ചും കംഫർട്ട് ആണെന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. അതുപോലെ തന്നെ ഈ എയർ സസ്പെൻഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് കംഫർട്ട് കൂടിയാന്നല്ലാതെ ഇതിന് കംപ്ലയിൻസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഓണർ നമ്മുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് താഴ്ത്തി നോക്കാം. Some form of control still, making our constant binary choices and voicing our equally shallow opinions more loudly or quietly.
Most people can't even decide what color to wear or which burger to eat. What does it matter, man? Autonomy is an illusion. Autonomy is an illusion. Autonomy is an illusion. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കുറച്ച് കുട്ടികളെ എത്തിക്കുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നമ്മൾ അതിനനുസരിച്ച് മാറ്റം വരുന്നതായിരിക്കും. ഇനി ഇതുപോലത്തെ വണ്ടികളൊക്കെ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഓരോ വണ്ടികളൊക്കെ നമുക്ക് നമ്മുടെ ചാനൽ വഴിയായിട്ട് കാണിക്കാൻ സാധിക്കും. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.